നമസ്കാരം. ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും പ്രേക്ഷകർക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. വേഴ മാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വേഴമാറ്റം എന്തൊക്കെ ഗുണങ്ങൾ ദോഷങ്ങൾ ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2 രാശിക്കൂറുണ്ട്. പൂരുരുട്ടാതിയുടെ 3/4 ഭാഗം 45 നാഴിക 18 മണിക്കൂർ വരെ ഉള്ള രാശിക്ക് കുംഭക്കൂറെന്ന് പറയും. അവസാനത്തെ 6 മണിക്കൂർ അല്ലെങ്കിൽ 15 നാഴിക മീനക്കൂറ് എന്ന് പറയും. അപ്പോൾ കുംഭക്കൂറുകാർക്ക് ഇത്തിരി പ്രയാസങ്ങൾ ഈ വർഷം വേഴമാറ്റം കൊണ്ട് ഉണ്ടാകുന്ന ഘട്ടമാണ്. ഇത് കേൾക്കുമ്പോൾ വിരോധമോ കലകമോ വിഷമോ ഒന്നും തോന്നരുത്. നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ യഥാർത്ഥത്തിൽ പറയുന്നത്. കാരണം 2 ശനിയൊക്കെ ഉള്ളതാണ് ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാർ. അപ്പോൾ കുംഭക്കൂറുകാർക്ക് 2026 6-ാം മാസം 2-ാം തീയതി മുതൽ വേഴഗ്രഹം കർക്കിടകൻ രാശിയിൽ 6-ൽ വരികയാണ്. അപ്പോൾ 6-ൽ വേഴം വരുന്നത് നല്ലതല്ല. പിന്നെ 2026 10-ാം മാസം വേഴൻ 7-ൽ വരും. അത് കഴിഞ്ഞിട്ട് 2027 ജനുവരി മാസം ഈ ചിങ്ങത്തിൽ നിന്ന് വീണ്ടും കർക്കിടകത്തിൽ വരും. പിന്നെ 2027 6-ാം മാസം 26-ാം തീയതിയാണ് കർക്കിടകൻ രാശിയിൽ നിന്ന് മാറി വീണ്ടും ചിങ്ങത്തിൽ വരുന്നത്. അപ്പോൾ വേഴത്തിൻ്റെ മാറ്റം കുംഭ രാശിക്കൂറുകാർക്ക് 6-ലും 7-ലുമാണ്. 7 നിൽക്കുന്ന കാലം വളരെ നല്ലതാണ്. എങ്കിലും 6-ൽ നിൽക്കുന്ന കാലം നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം ഈ 6 എന്ന് പറയുന്നത് ഷഷ്ടം ദ്വാദശം അഷ്ടമഞ്ച മുനയോ ഭാവാൻ അനിഷ്ടാൻ വിടുവെന്നാണ്. അപ്പം 3, 6, 8, 12 ഈ രാശികൾ അനിഷ്ടരാശിയായിട്ടാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പോൾ വേഴഗ്രഹം 6 നിൽക്കുമ്പോൾ അരിപവനെ സഹജേവ മൃഗതാം പത്യോ സ്ഥിതി കലഹ നൃപപീഡ നിധനഗതി ലഗ്നം ദിവ്യം പദോവേന്നാണ്. അപ്പം 3-ലും 6-ലും വേഴ സഞ്ചരിക്കുന്ന സമയവും ശുക്രഗ്രഹം സഞ്ചരിക്കുന്ന സമയം സ്ഥിതി കലഹ എന്നാണ്. കലഹം സ്ഥിതി ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഈ കലഹം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കല ഹനയതി ഇതി കലഹ എന്നാണ്. കലയെ ഹനിക്കുന്ന സാധനമാണ് കലഹം. കലമുള്ള വീട്, നാട്, രാഷ്ട്രീയം, അമ്പലം ഒരു സ്ഥലവും ഇന്ന് വരയ്ക്കും നന്നായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കലഹം, നമ്മൾ കാര്യം പറഞ്ഞാൽ കളരിക്ക് പുറത്താവണ സമയമാണ്. നമ്മളാണ് ഈ വഴക്കിന് അത്രയും കാരണം. വല്ലവനും ചത്താലും കൊലപാതകത്തിന് വരെ നമ്മളാണ് കാരണം സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ നമ്മളെ നിമിത്തമാണ് മറ്റുള്ളവർ മരിച്ചത് എന്നൊക്കെ പറയും. ഈ കലഹം കൊണ്ടാണല്ലോ വെട്ടും കുത്തും കൊലപാതകമൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി, നമ്മൾ ആർക്കും ആ ഉപദേശവും കൊടുക്കലും ഉപദ്രവിക്കാനും പോകല്ലോ. ഉപദേശവും വേണ്ട, ഉപദ്രവവും വേണ്ട. നമ്മളൊന്ന് മയത്തിലൊക്കെ അങ്ങ് പോയാൽ മതി. എന്തെങ്കിലും കാര്യം ആരെങ്കിലും നമ്മുടെ പറഞ്ഞാൽ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ ഒന്നുമില്ലെന്ന് പറഞ്ഞു കളയരുത്. ഞാൻ നോക്കാം എന്ന് ശ്രമിക്കാം എന്ന് പറയണം. അതാണ് ഏറ്റവും നല്ലത്. കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തില്ലെങ്കിൽ അത് വിരോധമാണ്. അതേപോലെ നമ്മൾ ഇല്ലെന്ന് പറഞ്ഞാലും യഥാർത്ഥം പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം എല്ലാവർക്കും ഒരുവിധം ജീവിക്കാൻ നിവൃത്തിയുള്ളവർ ഒരു വീട് വയ്ക്കും, ഒരു കാറൊക്കെ വാങ്ങിക്കും. ഇപ്പോൾ ആളിൻ്റെ ഇടയിൽ നമ്മൾ ആരായി ഹീറായി. പക്ഷേ നമുക്ക് EMI അടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാതെ വണ്ടി വിൽക്കാനും പറ്റണില്ല, വീട് വിൽക്കാനും പറ്റില്ല. ഉള്ളത് നിലനിർത്തിക്കൊണ്ട് ജീവിതഭാരങ്ങൾ ചുമക്കുന്ന ആൾക്കാരാണ് 99% നമ്മളെ നാട്ടിൽ. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആളുകൾ കാഴ്ചയിൽ എന്താണ് നമ്മൾ രക്ഷപ്പെട്ടതാണ്. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പം അതേപോലെ വലിയ പ്രശ്നങ്ങൾ ഉള്ള സമയമാണ്. ഇപ്പോൾ ഈ വേഴ 6 നിൽക്കുമ്പോൾ ഋണാർത്ഥ ചോര ക്ഷതരോഗ ശത്രു എന്നാണ്. ജ്ഞാത്യാജ ദുഷ്കീർത്തി രഹിത്യവജ്ഞ. ഋണബാധ്യതകൾ കൂടി വരും. അതുകൊണ്ട് കടം തീർക്കാൻ വേണ്ടി വീണ്ടും ലോൺ എടുക്കും. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കും. പിന്നെ നമുക്ക് ബന്ധുക്കളിൽ നിന്നൊക്കെ നമ്മൾ എവിടെ നിന്നൊക്കെ കിട്ടും അവിടെ നിന്നൊക്കെ വാങ്ങിക്കും. അവസാനം നമുക്കത് കടം തീർക്കാനും പറ്റൂല, പലിശ കൊടുത്ത് മുടിയും. അതുകൊണ്ട് ഉള്ളത് എഴുതി വിറ്റെങ്കിലും കടം തീർത്താൽ നമുക്ക് പലിശ കൊടുക്കുന്ന പൈസ മതി സുഖമായിട്ട് ജീവിക്കാൻ. അങ്ങനെ വിചാരിച്ചോളുണ്ട്. ബാധ്യതകൾ കൂടുതലും കടം കൊണ്ടാണ് ആളുകൾ ആത്മഹത്യയൊക്കെ ചെയ്യുന്നത്. എത്ര കർഷകന്മാർ അപകടത്തിൽ മരിച്ചിട്ടുണ്ടെന്ന് നോക്കണം. എത്ര കർഷകന്മാർ കടം കൊണ്ട് മരിച്ചിട്ടുണ്ടെന്ന്
നോക്കണം. അപ്പോൾ കടം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത്, രോഗം കൊണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് കടങ്ങൾ, ഋണബാധ്യതകൾ കൂടി കൂടി വരും. ഋണബാധ്യത മാത്രമല്ല, ചോര, കള്ളന്മാർ നമ്മളെ ഇരിക്കുന്നതൊക്കെ പറ്റിച്ചുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ സ്റ്റോക്കുകൾ സൂക്ഷിക്കുന്നവർ, കടകൾ നടത്തുന്നവർ, ബിസിനസ്സുകാരൊക്കെ അവരെ കയ്യിലുള്ള വസ്തുവകകൾ കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോകാത്ത തരത്തിലുള്ള പരിപാടികൾ ചെയ്യണം. കള്ളന്മാർ മാത്രമല്ല, മോഷണം മാത്രമല്ല, ചൂഷണവും ഉണ്ടാവും. ചൂഷണം എന്ന് വെച്ചാൽ നമുക്ക് ജോലി വാങ്ങിച്ചു തരാം, പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് നടത്താം, റിയൽ എസ്റ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രേരിപ്പിച്ച് നമുക്ക് ഒരു താല്പര്യമില്ലാത്ത നമ്മളെ ഇരിക്കുന്ന പൈസ അവർ തന്നെ പൈസ അങ്ങ് കൊടുത്താൽ എല്ലാ ബിസിനസ് അവർ ചെയ്തോളാം, നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് തന്നോളാം എന്ന് പറയും. അവസാനം നമുക്ക് പൈസയില്ല, ചോദിക്കാനും പറ്റൂല, വാങ്ങിക്കാനും പറ്റൂല, കിട്ടുന്നതും ഇല്ല, തരണതും ഇല്ല. അങ്ങനെയുള്ള പ്രതിസന്ധി നമ്മൾ കുരുങ്ങിപ്പോണ സമയമാണ്, വിശ്വാസവഞ്ചനയൊക്കെ ചെയ്യുന്ന സമയമാണ്. നമ്മളിരിക്കുന്ന പൈസ എത്രയും വാങ്ങിച്ചിട്ട് നമുക്കൊരു പ്രോഫിറ്റും ഇല്ല, മെച്ചമില്ല, എൻ്റെ ബിസിനസ്സും പോയി പൈസയും പോയി എന്ന് വിചാരിക്കുന്ന സമയം. അതുകൊണ്ട് നിങ്ങൾ ആരെയും ഈ സമയത്ത് കൂടുതൽ അമിതമായിട്ട് വിശ്വസിച്ച് സഹായിക്കാൻ പോകരുത്. നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ചെറിയൊരു പണി, ബിസിനസ് വല്ലതും ചെയ്യാം, ആ നേട്ടമാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം, കോട്ടമാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഒരു പാർട്ട്ണർഷിപ്പിലുള്ള ബിസിനസ് അങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ക്ഷതം മറിഞ്ഞു വീണ് കൈകാലൊക്കെ ഓടിയുന്നതിനാണ് ക്ഷതം എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങണത് സൂക്ഷിക്കണം, അപകടം പതിയിരിക്കുന്ന സ്ഥലത്ത് പോകണ സൂക്ഷിക്കണം, കുന്നും മലയൊക്കെ കയറാൻ പോകണവർ അങ്ങനെയുള്ള സാഹസികമായ പ്രവൃത്തികൾ സൂക്ഷിക്കണം. അതേപോലെ ബൈക്കിൽ സാഹസങ്ങളൊക്കെ കാണിക്കണവർ, ഫാക്ടറികളും മെഷീനറി പ്രവർത്തിപ്പിക്കണവർ, വീണ് അവരെ കൈ കട്ട് ചെയ്ത് പോകാനും കൈയൊക്കെ ഒടിഞ്ഞു പോകാനും ആശുപത്രിയിൽ പോയാൽ കൈയും കാലും ഒക്കെ മുറിക്കണമെന്ന് പറയുന്നത് ക്ഷതവും സർജറിയും രോഗങ്ങളും ശത്രുക്കൾ ഇഷ്ടം പോലെ ഉണ്ടാകും. നമ്മളെവിടെ ചെന്നാലും ശത്രുക്കൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നമ്മൾ റോട്ടേ നടന്നു പോയാലും ഒരു പോലീസുകാരന് തോന്നി ഇവൻ കള്ളനെ പോലെ ഇരിക്കുന്ന പിടിച്ചുകൊണ്ട് പോയാൽ എനിക്ക് പ്രൊമോഷൻ ഉറപ്പെന്ന് വിചാരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാ മേഖലയിലും നമ്മൾ മുണ്ടാതെ പോയാൽ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് പോലും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്ന സമയം, അപവാദം ഉണ്ടാകുന്ന സമയം. അധികാരികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും വിരോധം. ഉദ്യോഗസ്ഥന്മാരും സൂക്ഷിച്ചോളണം. നിങ്ങൾ ഉദ്യോഗത്തിൽ ക്രമക്കേട് വരുത്തി എന്ന് പറയും, ആളുകളോട് അപമര്യാദയായി പ്രവർത്തിച്ചെന്ന് പറയും. അധികാരികളിൽ നിന്നും നമുക്ക് ഭയങ്കര ഉപദ്രവം ഉണ്ടായി പെൻഷൻ പോലും വാങ്ങിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന അവസ്ഥകളും ജോലിയിൽ ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി പോകുന്ന സമയം. നിങ്ങൾ ആൾ പുലിയാണെങ്കിൽ ഇപ്പം എലിയായിട്ട് മാറുന്ന സമയമാണ്. തുരന്ന് വിലക്കകത്ത് കയറി ഒളിച്ചിരിക്കും. പുലി ഇറങ്ങാൻ പോലും പറ്റാത്ത തരത്തിലുള്ള പേരുദോഷങ്ങൾ നമ്മളെ ചുറ്റിപ്പിടിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ക്ഷതവും രോഗവും ശത്രുവും നമ്മളെ തകർക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. വീഴ്ചയും ഒടിവൊക്കെ ഉള്ളത് പരിഹരിക്കാൻ ശാസ്താവിനെയും ശിവനെയും വിഷ്ണുവിനെയൊക്കെ ഭജിക്കണം, കുടുംബദേവനെ ഭജിക്കണം. ഏത് മതമായിരുന്നാലും അവരുടെ മതപരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ വേഴമാറ്റത്തിൻ്റെ കുഴപ്പങ്ങൾ കുറച്ച് മാറും. ലഗ്നത്തിൽ ജനിച്ച കൂടുതൽ സർപ്പം നിൽക്കുന്ന സമയമാണ്, അതും ഇത്തിരി കുഴപ്പമാണ്. പിന്നെ വേഴൻ 2026 10-ാം മാസം കഴിയുമ്പോൾ ഏഴിലോട്ട് വരും. അത് ഇത്തിരി നല്ലതാണ്. 7 വരുമ്പോൾ സൗമ്യ സപ്തമകെ വിവാഹ ഘടനമെന്നാണ്. വിവാഹവും കുടുംബ സൗഖ്യവും ബന്ധുഗുണവും ഒക്കെ കിട്ടും. ലയിച്ചിരുന്ന ബന്ധങ്ങൾ, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാൻ പറ്റിയ അവസരമാണ്. വിവാഹത്തിന് വേണ്ടാന്ന് വിചാരിക്കുന്നവരും കൂടെ ഒന്ന് മനസ്സ് വെച്ചാൽ വിവാഹം നടക്കും. കാരണം എനിക്ക് പഠിക്കണം, നല്ല ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്നൊക്കെ വിചാരിക്കുന്നവരാണ് ഇന്നത്തെ പുതിയ തലമുറ. പക്ഷേ നല്ല ജോലിയും നല്ല അധികാരവും നല്ല വിദ്യയൊക്കെ കിട്ടിയാലും നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടാതെ വരയണവർ ധാരാളമുണ്ട്. അപ്പോൾ തടിയും മുടിയും സൗന്ദര്യവും പണവും ആരോഗ്യം ഉള്ള കാലം വരെ ഒരുപാട് ഫ്രണ്ട്സും ലവറും ഒക്കെ കാണും. അത് കഴിഞ്ഞാൽ ഒരു മനുഷ്യരും കാണൂല തന്നെ. അതുകൊണ്ട് ഇപ്പം നിങ്ങളൊരു കല്യാണം നടത്തിയാൽ നല്ലൊരു ഭർത്താവ് അല്ലെങ്കിൽ നല്ലൊരു ഭാര്യ, അതിൽ കൂടി നമുക്ക് മക്കൾ, നല്ലൊരു ദാമ്പത്യം, നല്ലൊരു ജീവിതമൊക്കെ കിട്ടും. ഒന്ന് പരിശ്രമിച്ചാൽ നമുക്ക് വലിയ നേട്ടങ്ങളാണ് കിട്ടുന്നതെന്ന് വിചാരിച്ചോണം. ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടി ലക്ഷങ്ങൾ കോടികൾ ചിലവാക്കണ ഒരു വരവുണ്ട് ഹോസ്പിറ്റലിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിന് കാര്യം നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ പരമ്പര ഉണ്ടാവും, മക്കളുണ്ടാവും. അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണെന്നാണ്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും മക്കളൊന്നും വേണ്ടാന്ന് വിചാരിക്കുന്ന പുതിയ തലമുറയ്ക്ക് ഒരു ഉപദേശമാണ്,
നല്ല ഭർത്താവ്, നല്ല ഭാര്യ, നല്ല ജീവിതമൊക്കെ കിട്ടുന്ന സമയം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും. ജീവിതത്തിൻ്റെ സുഖവും സന്തോഷവും അനുഭവിച്ചറിയുമ്പോഴാണ് നമുക്ക് ലൈഫ് വളരെ നല്ലതെന്ന് തോന്നുന്നു. എന്നാൽ ചെറിയ പ്രശ്നങ്ങളില്ലാത്ത വീടും ഇല്ല, കുടുംബവും ഇല്ല, അത് ഫ്രണ്ട്സായിട്ടില്ല, ഓറായിട്ട് അതും ഇതൊക്കെ ആയിട്ട് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കിട്ടിയവരും അതിനേക്കാളുപരി വിഷമം കിട്ടിയവരും ഉണ്ട്. അപ്പോൾ ഇത് സന്തോഷം കിട്ടുന്ന സമയമാണ്. നഷ്ടപ്പെട്ടു പോയ പൈസകൾ കിട്ടാനും അതേപോലെ പ്രേമബന്ധങ്ങൾ, സ്നേഹ, കുടുംബ ഐശ്വര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ ഉള്ള യോഗം. വിദേശയാനം, വിദേശത്ത് പോകുന്നവർക്ക് വിദേശ യാത്ര, പ്രവൃത്തി ഗുണങ്ങൾ, അധികമായ ഫലങ്ങൾ, നേട്ടങ്ങൾ. ഏത് പരീക്ഷയ്ക്കും മത്സരത്തിന് പോയാലും ആ സമയം ജയിക്കും, നമുക്ക് നേട്ടങ്ങൾ കിട്ടും. പെട്ടെന്നൊരു ജോലി കിട്ടിയില്ലല്ലോ ഭഗവാനെ എന്ന് വിചാരിക്കുക. ഈ സമയത്ത് ചെയ്യുന്ന പരീക്ഷകൾ, പ്രയത്നങ്ങൾ, കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ വിജയത്തിലേക്ക് കിട്ടുന്ന അവസരമാണ്. അതുകൊണ്ട് ചെറിയ ഒരു പരിശ്രമം, വലിയ ഒരു നേട്ടം, ഇതൊക്കെ കിട്ടുന്ന സാഹചര്യമാണ് നമ്മളെ തേടിയിരിക്കുന്നത്. അതുകൊണ്ട് ആ സമയം നമ്മൾ മുതലാക്കണം. നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും പരാജയങ്ങൾ വിജയങ്ങളായിട്ട് വരുന്ന ഘട്ടമാണ്. മീനൻ രാശിക്കൂറുകാർക്ക് വേഴ 5ലും 6ലുമാണ് സഞ്ചരി. അപ്പം 5ൽ വേഴം വരുന്ന കാലം പിള്ളേരെ കൊണ്ടൊരു സമാധാനം ഉണ്ടാവും. പിള്ളേർക്ക് ജോലിയും പൈസയും കാര്യമൊക്കെ കിട്ടും. പുത്രസ്യ ലാഭവും അഥവാ ആരോഗ്യം തീ പ്രതിബോധയശ മനസന്തുഷ്ടിച്ച പുണ്യോദയം എന്നാണ്. സന്താന ലാഭം കിട്ടും. ഉള്ള മക്കൾക്ക് ജോലി, വിദ്യ, അഭിവൃദ്ധി, സന്തോഷം. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് നല്ല സന്താനങ്ങൾ ഒരൗഷധവും ചികിത്സയില്ലാതെ കിട്ടുന്ന സമയമാണ്. അഥവാ ആരോഗ്യം, അവരുടെ രോഗങ്ങളൊക്കെ കുറേ മാറിക്കിട്ടും. കുറേ എന്ന് വെച്ചാൽ ഇപ്പം വലിയ രോഗിയെപ്പോലെ വിഷമിക്കുന്ന സമയമാണ് പൂരുരുട്ടാതി മീന കൂറുകയാണ്. അങ്ങനെ 7-2 ശനി കിടന്ന ഒരു കുതിരയെപ്പോലെ നടക്കണ ഒരാൾ കഴുതയെ പോലെ ആവുന്ന സമയമാണ്. ഒരു കാര്യത്തിനും പോയിട്ടും രക്ഷയില്ല, എൻ്റെ ജീവിതം തകർന്ന്, പൈസ പോയി, കുടുംബം പോയി എന്നൊക്കെ വിഷമിക്കുന്ന സമയമാണ് 7-2 ജന്മശനി. അപ്പം അതേപോലെ നമുക്ക് വലിയ കുരുക്കുള്ള ഒരു സമയം ഉണ്ടെങ്കിലും വലിയ ഒരു നേട്ടം കിട്ടുന്ന സമയമാണ് 7-5 വരുമ്പോൾ. എന്തൊക്കെ കിട്ടും? പുത്രസ്ഥരാവും, പിള്ളേർക്ക് ഐശ്വര്യ, പ്രവൃത്തിയും പുരോഗതിയൊക്കെ ഉണ്ടാകും. പിള്ളേർക്ക് വിവാഹം, വിദ്യ, ഉദ്യോഗമൊക്കെ കിട്ടും. പിള്ളേരെ കൊണ്ട് നമുക്കൊരു സമാധാനം. നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വിഷമിച്ചിട്ടും നമുക്കൊരു ഗതി കിട്ടിയില്ലെങ്കിലും പിള്ളേർക്കൊരു ഗതി കിട്ടിയല്ലോ എന്ന് സന്തോഷിക്കാവുന്ന സമയം. അഥവാ ആരോഗ്യ, അസുഖങ്ങളൊക്കെ മാറും. നിങ്ങൾ അസുഖം പകുതിയല്ല 3/4 ഭാഗവും മാറും. ആരോഗ്യം കിട്ടുമെന്നാണ്. സ്വന്തമായിട്ട് ആശുപത്രി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആരോഗ്യം പിടിക്കാൻ പറ്റൂല. അതൊരു ജ്യോത്സ്യനായിരുന്നാലും ഒരു ഡോക്ടറാണെങ്കിലും രോഗം പിടിച്ചു പോയാൽ പോക്ക് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അസുഖങ്ങൾ മാറിക്കിട്ടണം എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരവും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു നല്ല മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം മതി ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ. അങ്ങനെ നമുക്ക് ആ ആരോഗ്യം കിട്ടും, അസുഖങ്ങൾ നിശേഷവും മാറും. നമ്മൾ രോഗിയാണെന്നുള്ളൊരു വിഷമം വേണ്ട. നിങ്ങൾക്ക് എല്ലാ അസുഖങ്ങളും മാറി കിട്ടുന്ന ഒരു സമയം. എന്ന് വെച്ചാൽ ബുദ്ധി കിട്ടും. ബുദ്ധി പോകുമ്പോഴാണല്ലോ മാനസിക രോഗിയാവുന്നത്. അപ്പോൾ ബുദ്ധി കിട്ടുവെച്ചാൽ ഭ്രാന്തെടുത്ത് പോകേണ്ടുന്ന ഒരവസ്ഥയിൽ നിന്ന് പോലും സമാധാനവും സന്തോഷം കിട്ടുമ്പോൾ മാനസിക രോഗം മാറിയില്ലേ, നല്ലത് വരും. മനസ്സന്തുഷ്ടിച്ച പുണ്യോദയം, മനസ്സിന് സന്തുഷ്ടി കിട്ടും. ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സുഖമാണ് മനസ്സിന്. നമുക്ക് കിഡ്നി വേണമെങ്കിൽ മാറ്റാം, കരൾ വേണമെങ്കിൽ മാറ്റാം, വാൾവ് മാറ്റാം, ഇങ്ങനെ ചിലതൊക്കെ മാറ്റാം. പക്ഷെ മനസ്സ് മാറ്റാൻ ഇതുവരെയും ഒരു ടെക്നോളജി നമ്മളെ മെഡിക്കൽ സയൻസ് വന്നു. 1 കോടി രൂപ കൊടുത്താൽ പോലും മനസ്സ് മാറ്റാൻ പറ്റില്ല. അത്രയ്ക്കും ഭയങ്കര പവറാണ് മനസ്സിനുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സുഖം കിട്ടും, പുണ്യം കിട്ടും. പാവമല്ല, പുണ്യം. കുറച്ച് ഭക്തിയോടുകൂടി ജീവിക്കാൻ, സ്നേഹമായിട്ട് ഇടപെടാൻ, ജീവിതത്തിൽ തകർച്ചയുണ്ടെങ്കിലും ഞാൻ രക്ഷപ്പെട്ടു, എൻ്റെ പിള്ളേർ രക്ഷപ്പെട്ടു, എൻ്റെ കുടുംബം രക്ഷപ്പെട്ടു, പോയത് പോട്ടെ, എനിക്ക് ഈ ഉള്ളത് ധാരാളം എന്ന് പറഞ്ഞ് സമാധാനിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ 7-2 ശനി കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് കുരുക്ക് അമിതമായിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ 7-2 ശനി ഭയങ്കര കുഴപ്പമെന്നല്ലേ പറയണം. പക്ഷേ അങ്ങനെ വേഴം വരുമ്പോൾ എങ്ങനെ ഗുണം കിട്ടുമെന്ന് വിചാരിക്കും. ചിലവർ തെറ്റിദ്ധരിക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഫലങ്ങളിൽ ചിലവർ വിളിച്ച് ചോദിക്കുന്ന കാര്യങ്ങളാണ്. 7-2 ശനി ഭയങ്കര കുഴപ്പമെന്ന് പറഞ്ഞിട്ട് വേഴം മാറിയത് നല്ലതെന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്കത് സന്തോഷിച്ച് പ്രവർത്തിക്കാൻ പറ്റും? അപ്പോൾ നമ്മളൊരു വീട്ടിൽ 2 പേരുണ്ട്. ഒരാൾ അടിക്കും വെട്ടും കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മറ്റൊരാൾ നീ ധൈര്യമായിട്ടിരി, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുന്നത് പോലെയാണ് ഒരു ഗ്രഹം പിഴച്ചിരിക്കുമ്പോഴുള്ള ദുരിതം മറ്റൊരു ഗ്രഹം അനുകൂലിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം. രണ്ടും കൂടെ നമ്മൾ നോക്കുമ്പോൾ വലിയ കുരുക്കുകൾ
ബാധിക്കും. അതേസമയം ഇനിയും വ്യാഴമാറ്റം കൊണ്ട് നമുക്ക് കുരുക്കാണെങ്കിൽ അത് പ്രശ്നമില്ല. അതേപോലെ നമ്മൾ സമാധാനിക്കണം. അത് കഴിയുമ്പോൾ വ്യാഴം മീനൻ രാശിക്കൂറുകാർക്ക് 2026 6 മാസത്തിൽ വ്യാഴൻ നമുക്ക് 5 വരണമെങ്കിൽ 2026 10 മാസത്തിൽ വ്യാഴൻ ഈ 6 വരെയാണ് മീനൻ രാശിക്കൂറ്. അവിടെ ഇത്തിരി സൂക്ഷിക്കണം. 6 വ്യാഴം വരുമ്പോൾ നമുക്ക് ശത്രുക്കൾ, തടസ്സങ്ങൾ, രോഗങ്ങൾ, ഇതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാകും. വീണ്ടും അത് 2027 ജനുവരിക്ക് ഈ വ്യാഴം നമുക്ക് വീണ്ടും നമുക്ക് 5 വരണത്. അപ്പോൾ വീണ്ടും സമാധാനം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ മീനൻ രാശിക്കൂറുകാർ ശാസ്താവിനെയും വിഷ്ണുവിനെയും ദേവിയെയും കുടുംബദേവന്മാരെയൊക്കെ ഒന്ന് ഭജിക്കണം. ഈ 7 ശനി കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് കടവും തടസ്സമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് കടം വീട്ടാൻ നമുക്ക് പെട്ടെന്ന് നമ്മളെ വരുമാനം കൊണ്ട് കടം തീർക്കാൻ പെട്ടെന്ന് പറ്റിയെന്നിരിക്കില്ല. കുറച്ച് വസ്തു വിറ്റെങ്കിലും കടവും തീർത്തിട്ട് അഭിമാനത്തോടു കൂടി അന്തസ്സോടു കൂടി നിൽക്കണം. ഈ 7 ശനിയൊക്കെ തീരുമ്പോൾ നമുക്ക് നല്ല ജോലിയും പൈസയൊക്കെ കിട്ടും. അപ്പോഴും നമുക്ക് വേറെ ഈ വിറ്റ വസ്തു തന്നെ ചിലപ്പോൾ തിരിച്ച് വാങ്ങിക്കാനും സാഹചര്യം സൃഷ്ടിക്കും. അപ്പോൾ നമ്മൾ പരിഹാരങ്ങൾ ചെയ്യണം. ജാതകം പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങൾ, വലിയ മഹാഭാഗ്യ യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട. ചിലവർ ജനിച്ച് മരിക്കുന്നത് വരെ ഒരു ഗതിയും കിട്ടാതെ അലയണ ഒരു ധാരാളം. ഭാഗ്യമില്ലാത്തവർ, നമ്മൾ അപ്പൂപ്പന്മാരും പൂർവികന്മാരും സമ്പന്നന്മാരായിട്ട് ജീവിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. അല്ല, അവരെ കൊണ്ട് പറ്റുന്ന ജോലി അവർ നല്ല രീതിയിൽ ചെയ്ത് പിള്ളേരെ നോക്കി കുടുംബവും നോക്കി സമൂഹത്തിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിച്ചവരാണ്. പക്ഷെ ചിലവർ ഭയങ്കര സമ്പന്നന്മാരായി, ചിലവർക്ക് ഒരു ഗതി കിട്ടാതെ അധോഗതിയായിട്ട് കഴിയണവർ. അപ്പം അതുകൊണ്ട് നമ്മളെ ജാതകത്തിൽ ഈശ്വരാനുഗ്രഹം ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. അപ്പോൾ ജാതകം പരിശോധിച്ച് നോക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ജാതകത്തിൽ കുരുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ബാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മളെ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ അയച്ചു തന്നാൽ നോക്കാം. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. മിക്ക ആൾക്കാർക്കും ഫീസ് തരാൻ ഭയങ്കര പാടാണ്. അവർ മറന്നുപോയി, പിന്നെ തരണില്ല, ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് വണ്ടിക്കൂലി കൊടുക്കണ്ട, വള്ളക്കൂലി കൊടുക്കണ്ട, മെനക്കേടില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി മെസ്സേജ് ഇട്ടാലും അതിന് വേണ്ടതായ പ്രതിഫലം തരാതിരുന്ന അത് പാവമാണ്. അതുകൊണ്ട് ആ ഫീസ് തരേണ്ടതുണ്ട്. എല്ലാവർക്കും നല്ലത് വരുന്നതിന് പ്രാർത്ഥിക്കുന്നു. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിലെ അമാവാസി പൂജ എല്ലാ കർത്തവാവിനും ഉണ്ട്. അപ്പോൾ ആ കർത്തവാവിനുള്ള അമാവാസി പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഈ കാലഭൈരവ സ്വാമിയെ ഭജിക്കുന്നതോടുകൂടി ശനിയുടെ ദോഷവും അതേപോലെ ഈ വ്യാഴൻ 6 സഞ്ചരിക്കുന്നതിൻ്റെ ഗ്രഹപ്പഴകളും ദോഷങ്ങളൊക്കെ മാറും. സന്താനങ്ങളുമായിട്ട് വഴക്കിന് പോകരുത്, സ്നേഹമായിട്ട് പോകണം. പിള്ളേർ പോലെ കലവിച്ചും മരിച്ചു കളയാനൊക്കെ പറ്റുന്ന സമയം 6 ശത്രുസ്ഥാനത്ത് വരുമ്പോൾ 7 സഞ്ചരിക്കുമ്പോഴും 5 സഞ്ചരിക്കുമ്പോഴും വളരെ നല്ലതാണ്. പക്ഷെ ചെറിയ മാറ്റം കൊണ്ട് വലിയ കുഴപ്പങ്ങൾ വരുന്നത് പോലുള്ള പ്രതിസന്ധികൾ നിങ്ങൾ അടുത്തറിഞ്ഞ് മനസ്സിലാക്കി മരുന്നും മന്ത്രവും കൊണ്ട് രക്ഷപ്പെടാനാണ് പറയുന്നത്. എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.